ബിസ്ക്കറ്റ് ആണോ? നല്ല സുഖമുള്ള പരിപാടിയല്ലേ ഈ ലീവേ. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാം, ഇത് ഇനി മുതൽ പണിക്കോ ഞാൻ ഇവിടെ പെരയിലിരിക്കാം. ആയിക്കോട്ടെ, എന്ത് സുഖമാണ്. എനിക്ക് സമ്മതം. ഞാൻ പോയിക്കോളാം. ഇതിന്റെ പണിയൊക്കെ തീർത്തിട്ട് ഇപ്പോഴത്തെ കാര്യമൊക്കെ ചെയ്യേണ്ടി വരും. ആയിക്കോട്ടെ, ചെയ്യാം. എന്തൊക്കെ ചെയ്യണേ പറഞ്ഞാ രാവിലെ നീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് 3 നേരത്തിന്, രാവിലെ ഉച്ചക്ക് രാത്രി വെക്കും. 1 നേരം ഉണ്ടാക്കിയാൽ മതി. 3 നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാം. സ്കൂൾ പറഞ്ഞേച്ചിട്ട് ഇടിച്ച് മാറ്റിച്ച് ചായ കൊടുത്ത് പറഞ്ഞേച്ചിട്ട് എന്തായാലും പറഞ്ഞേച്ചിട്ട് പെരെ വന്നിട്ട് അടിച്ചേരി തൊക്കാം. അടിച്ചേരി തുടച്ചിട്ട് തിരുമ്പാണ്ടാവും. തിരുമ്പാനുള്ള 2 ഭാഗക്കാരം, പുതിയതും പഴയതും. പഴയതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുക. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് മറ്റേ തിരുമ്പാനുള്ള ഇല്ലേ പുതിയത്, അത് കല്ലുമ തിരുമ്പാം. അത് നിർബന്ധം. വാഷിംഗ് മെഷീനിൽ എന്ന് ഇട്ടാ പിന്നെ ഷർട്ടൊക്കെ കേട്. അപ്പൊ അത് ഇട്ടിട്ട് തോരടുക. അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചേരി തുറക്കാം. അക്കളയും അകൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കേജിച്ച് വൃത്തിയാക്കിയിട്ട് വേണം അടിച്ചു തരാൻ. ഇങ്ങോട്ട് തുറക്കുക. തുടച്ച് ഏകദേശം ബാത്റൂമൊക്കെ കഴിക്കണം. ഈ കുറച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി കഴിയിട്ട് കുളിച്ചിട്ട് അപ്പൊ അതിന് 3:30 ആവും. അപ്പൊ നഴ്സറി വിടും. 3:30 വിടുക. അപ്പൊ ഒരു 3:25 അടക്കണം. അത് കഴിഞ്ഞ് അതിനസരം കൊണ്ടുവന്നാണ്ട് ചായ കൊടുത്താല് 4 മണിയാകുമ്പോൾ മന്നന്റെ ബസ് വന്നാൽ മന്നന് കൊണ്ടുവന്ന് ചായ കൊടുക്കും. ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ഇതിൽ ചെരുപ്പൊക്കെ ഉണ്ടാവില്ല. നാളെ സ്കൂൾക്ക് ഇടണല്ലോ. ആ ചെരുപ്പൊക്കെ കേക്ക് വെക്കാം. ഒക്കെ കേക്ക് വെച്ചിട്ട് കുട്ടികളെ 2 ആളെ കുട്ടിച്ചു കൊടുക്കാം. കുട്ടിച്ചിട്ട് ചോറ് കൊടുത്തിട്ട് സ്കൂളത്തെ ഏതാനും വായിച്ചാലൊക്കെ ഉണ്ടാവും. ആണ്ട നിങ്ങൾ പെരയുന്നു വേണ്ട വേണ്ടേ, നിങ്ങൾ ഇരുന്നോളി. ഞാൻ പോയിക്കോളാം. വേണ്ട, ഞാൻ പോയിക്കോളാം പണിക്ക്. നിങ്ങൾ പഠിക്കും. എനിക്ക് സമ്മതം. ഞാൻ കൊണ്ടുണ്ട്. ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. പണിക്കോയാ ഓർക്കപ്പുറത്തെന്റെ